ഹായ് എവരിവൺ, ഐ എം മഞ്ജു. ഞാനിന്നുള്ളത് ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് സിറ്റിയിലാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ത്രൂ ന്യൂസിലൻഡിലെത്തിയ ഒരു ക്ലയൻറ്റിനെയാണ്. 8 years ബിഫോർ യുണിടെക്കിൽ ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടിംഗ് പഠിക്കാൻ വേണ്ടിയാണ് ഈ ക്ലയൻറ്റ് എത്തിയത്. സോ മറ്റാരുമല്ല, മിസ്റ്റർ റോബിൻ. ഹായ് റോബിൻ, ഹൗ ആർ യു ഡൂയിങ്? ഓക്കെ, സോ ഒരു 2018 കാലഘട്ടത്തിലാണ് റോബിൻ ന്യൂസിലൻഡിലേക്ക് സ്റ്റഡീസിനായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2018 ടൈമിൽ UK, കാനഡ ഈ രാജ്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും ഒരു എബ്രോഡ് സ്റ്റഡീസിനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് റോബിൻ ന്യൂസിലൻഡ് എന്നൊരു കൺട്രി ചൂസ് ചെയ്യാനായിട്ട് കാരണം? ന്യൂസിലാൻഡിൽ ഇപ്പോൾ ശുദ്ധമായ വായു, അതേപോലെ തന്നെ UK ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറവ് ആൾക്കാരേ ഉള്ളൂ, കുറേ പച്ചപ്പുണ്ട്, കുറച്ചുകൂടി നേച്ചറായിട്ട് നമുക്ക് പോവാം. പിന്നെ ഇതൊരു മൗണ്ടൻ ബൈക്കിങ്ങിൻ്റെ ഒരു പ്രൈം ഡെസ്റ്റിനേഷനാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ കാർ റേസിങ്ങിൽ നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ ഇവിടെ WRC എന്ന് പറയുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതലല്ല, ഒരു സ്റ്റേജ് ഇവിടെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു താല്പര്യം. ഇപ്പം ഈ ഒരു 8 years കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ബോൾഡ് ഡിസിഷൻ ആയിരുന്നു അതെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഓക്കെ, അപ്പോൾ സ്റ്റഡീസ് ചെയ്തത് യുണിടെക്കിലാണ്. അപ്പം യുണിടെക് ക്യാമ്പസ് എങ്ങനെയുണ്ടായിരുന്നു? അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയായിരുന്നു? ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ റോബിനോടുള്ളൊരു അപ്രോച്ച്? അവിടെ ഫാക്കൽറ്റീസ് എല്ലാം നല്ലതായിരുന്നു. ലെക്ചേഴ്സ് എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായാലും എല്ലായ്പ്പോഴും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അതേപോലെ തന്നെ എനിക്ക് മുന്നേ കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ച് പണിയാന്നുള്ളത് ഒരു സ്കില്ലായിരുന്നു. ഇൻട്രസ്റ്റ് ഏരിയ ആയിരുന്നു അല്ലേ? ഇൻട്രസ്റ്റ് ഏരിയ ആയിരുന്നു. പക്ഷെ ആ ഇൻട്രസ്റ്റ് പീക്കാക്കിയത് എൻ്റെ ഒരു ലെക്ചറുണ്ട്, ആൻഡ്രൂ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ മുഖേനയാണ് എൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി വർദ്ധിച്ചത്. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരായിരുന്നല്ലോ. അപ്പം അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സ്വന്തം കരിയറിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പലതരം കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടുക. അപ്പോൾ നമ്മൾ പലതരം കൾച്ചറിനെ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവിടെ വെച്ച് കുറച്ചൊക്കെ പഠിക്കും. പിന്നെ ഇപ്പം ഞാൻ കേരളത്തിൽ നിന്ന് ആയതുകൊണ്ട് ഞാനിപ്പോൾ മലയാളികളുടെ കൂടെ തന്നെ കൂട്ട് വെച്ച് നിൽക്കായിരുന്നെങ്കിൽ ഞാൻ മലയാളികളായിട്ട് ഡീൽ ചെയ്യാൻ മാത്രമേ പഠിക്കൂ. പക്ഷേ ഞാൻ വേറെ കൾച്ചറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിയുള്ള കൾച്ചറിൻ്റെ നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ അവരുടെ കൾച്ചർ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പം പിന്നെ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് മൾട്ടി കൾച്ചറലാണ് ഇവിടെ പൊതുവെ. അപ്പോൾ നമ്മൾ എവിടെ ജോലിക്ക് കയറിയാലും പലതരം കൾച്ചറിൽ നിന്നും ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കും. ഇപ്പം കോഴ്സും അക്കാഡമിക്സും എല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അത് നമുക്ക് അല്ലാപ്പൊരു ബാലൻസ് അവർ കരുതിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ പ്രൈമറി ആയിട്ട് വരുന്നത് ഇവിടെ പഠിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ ലെവൽ 6 പ്രോഗ്രാം തൊട്ട് എന്താ പറയുക 40 hours എഫേർട്ട് ഇടണമെന്നാണ് പറയുക. 10 മണിക്കൂർ ഒരു പേപ്പറിന്. അപ്പോൾ ആ 40 hours കഴിഞ്ഞിട്ട് പിന്നെ 20 hours ആണ് നമുക്ക് ജോലി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആ ജോലി 20 മണിക്കൂറിന് മേലെ ചെയ്തു പോയാൽ എന്താ പറയുക, നമ്മുടെ പഠിപ്പിനെ ബാധിക്കാണ്ട് കൊണ്ടുനടക്കാനായിട്ടുള്ള ഒരു പറ്റണം. നമ്മൾ വന്നേക്കുന്ന മെയിൻ ഫോക്കസ് കരിയർ എന്നുള്ളതാണ്. അപ്പം ആ എഡ്യൂക്കേഷൻ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് അതിന് ശേഷമുള്ള അവേഴ്സിൽ നമ്മൾ പാർട്ട് ടൈം എന്നുള്ളത് ചെയ്യുക അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പഠിപ്പിന് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ചിലവർ പിന്നെ വെക്കേഷനിലൊക്കെ നമുക്ക് 40 മണിക്കൂർ ഫുൾ ടൈം അല്ലെങ്കിൽ അവർ തരുന്ന അത്രയും മണിക്കൂറുകൾ നമുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ കോളേജിൽ ഈ കോഴ്സുള്ള സമയത്ത് മാക്സിമം അതിന് പ്രയത്നിക്കുക. അതിപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് മാർക്ക് ഷീറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ലെക്ചറർ വഴി ജോലി കിട്ടാൻ പോയത്. പക്ഷെ അത് എൻ്റെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളിക്കാരൻ എന്നേക്കാൾ കൂടുതൽ മാർക്കുകളുണ്ട്, അവന് ജോലി കിട്ടി. അപ്പം എപ്പോഴും നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക, പാർട്ട് ടൈം. ഓക്കെ, ഏതൊരു ടൈം ആയപ്പോഴത്തേക്കിനാണ് ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിലേക്ക് പോയത്? കോഴ്സ് കംപ്ലീഷന് ശേഷമാണോ, എങ്ങനെയാണ്? അതിപ്പോൾ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. അത് 3 മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് കൊറോണയുടെ ഇടയിലായിരുന്നു. അപ്പോൾ ആ ഒരു 3 മാസത്തെ കോൺട്രാക്റ്റ് 1 മാസം ആവാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പണി കുറഞ്ഞു. അപ്പോൾ 1 മാസത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ.
അതിപ്പോൾ ഒരു 3 മാസത്തെ പണി ഒരു മാസം 1.5 മാസം കൊണ്ട് ചെയ്ത് തീർക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ കോൺട്രാക്റ്റ് ഒന്ന് ഇത്തിരി ഷോർട്ടാക്കി, കാരണം വേറെ പണിയൊന്നും തരാനില്ല. പിന്നെ അത് കഴിഞ്ഞൊരു 2 മാസം ഊബർ ഈറ്റ്സും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ വണ്ടി ഓടിച്ച ഫുഡ് ഡെലിവറി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് റോള് പഴയ കമ്പനിയിലെ റെഫറൻസ് വെച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ കോളേജിൽ എൻ്റെ പറഞ്ഞ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ മാഷ് കാരണം റെഫറൻസ് വെച്ചിട്ട് ഞാൻ അടുത്ത ജോലിക്ക് കയറി. പിന്നെ അവിടെ നിന്ന് ആ ജോലിയിലൊരു 4 കൊല്ലത്തോളം നിന്നു. ഓരോ കൺട്രിയിൽ വരുമ്പോൾ അവിടുത്തെ കൾച്ചറുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആവണം. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുറിച്ച് പറയാനുള്ളത്, അതിപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് ചെറിയൊരു കൾച്ചർ ഷോക്ക് ഉണ്ടാവും. അത് സാധാരണയാണ്. പക്ഷെ നമ്മൾ അതിവിടെ ഒരു കുറച്ചാൾ നിന്ന് ഇവരായിട്ട് സംസാരിച്ച്, പിന്നെ ന്യൂസിലാൻഡിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെല്ലാപ്പോഴും ഓപ്പണാണ് സംസാരിക്കാൻ. അപ്പോൾ നമ്മളൊന്നും പേടിക്കൊന്നും വേണ്ട. അവർ പൊതുവേ നല്ല ആൾക്കാരാണ്. പിന്നെ എല്ലാപ്പോഴും സഹായിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അവരുടെ കൂടെ നടക്കുന്നത് നമ്മൾ തന്നെത്താനെ അവരുടെ കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളുടെ കൾച്ചറാണെങ്കിൽ ഇവിടെ മിക്കവരും ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറത്ത് കച്ചറിന്ന് ഇടാണ്ടിരിക്കുക, കാരണം ഇവിടുത്തെ ആൾക്കാർ അത് നന്നായി ശ്രദ്ധിക്കുന്നവരാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത്. ഓക്കെ, സോ റിയലി ഹാപ്പി ടു ഹാവ് യു വിത്ത് അസ്. ഞങ്ങളുടെ ത്രൂ വരുന്നതും ഇനി എബ്രോഡ് സ്റ്റഡീസ് ന്യൂസിലൻഡിൽ ആഗ്രഹിച്ച് വരുന്ന കുട്ടികൾക്ക് ഒരു 8 years റോബിൻ്റെ ജേർണി എന്ന് പറയുന്നത് അവർക്ക് വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ സക്സസ്സും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.